ഇദ്ദേഹത്തെ എല്ലാവരും ഇരട്ടച്ചങ്ങനം എന്നാണല്ലോ പറയുന്നത്. എനിക്കും തോന്നി ഇരട്ടച്ചങ്ങന, നമ്മളെല്ലാവരും വിശ്വസിച്ചതാണത് അല്ലേ. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് ഒരാളാണത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരുവിധമുള്ള എല്ലാവരും ഇവിടെ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. കോടിയേരി 22 ദിവസം വീടിൻ്റെ മുകളിലത്തെ നിലയിൽ റൂമിൽ താമസിച്ച് ചികിത്സിച്ചിട്ടുണ്ട്. 22 ദിവസം. അപ്പം ഇങ്ങനെ ഒട്ടനവധി നമുക്ക് കേരളവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പകലും രാത്രിയും പോലെയല്ല, പകലും ഒരു വർഷം പോലെ വ്യത്യാസം. ഒരു 10 വർഷം മുമ്പ് ഞാൻ ഈ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്ന് കിറ്റക് സ്ഥാപനങ്ങൾ ഇതിൻ്റെ 10 ഇരട്ടിയായി. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ അഭിനന്ദനം കൊടുക്കേണ്ടതാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം ഒരു വെളിപാടുണ്ടാക്കിയിട്ടുണ്ട്. വ്യവസായം തുടങ്ങാൻ സ്ഥലം മേടിച്ചിട്ട് വാഴ വെക്കേണ്ട അവസ്ഥ വന്നതാണെന്ന് ആലോചിച്ചു. അത് എനിക്ക് തോന്നുന്നത് കേരളത്തിലല്ലാതെ ലോകത്തിലെ ഒരു സ്ഥലത്തും ഒരു വ്യവസായിക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ 2020 ഇങ്ങനെയൊരു ഗ്ലോബൽ സമ്മിറ്റൊക്കെ നടത്താനുള്ള കണക്ഷനും ബന്ധവും ഇനിഷ്യേറ്റീവ് എടുത്ത ആൾ 2021 ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ് തന്നെ ഈ നാടിനെ മുഴുവൻ ശാപിച്ച് ഇട്ടൊഴിഞ്ഞു പോകാനുള്ള ഒരു വിരോധവും വൈരാഗ്യം എങ്ങനെ ഉണ്ടായി? ഇത്രയും അടുപ്പം ഉണ്ടായിട്ട് എന്തുകൊണ്ട് സർക്കാർ ഇത് പരിഹരിക്കാൻ ശ്രമിച്ചില്ല? ഇതിൽ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന എൻ്റെ ഒരു ഉദ്ദേശം പലരും അതിനെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. എൻ്റെ ഈ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എൻ്റെ ഫാദറുമായിട്ട് തുടങ്ങി വെച്ച ബന്ധമാണത്. എനിക്ക് തോന്നുന്നു 2005 തോന്നുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 20 വർഷത്തെ അടുപ്പം മുഖ്യമന്ത്രിയുമായിട്ട് ഞങ്ങൾക്കുണ്ട്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ വന്ന് പലതവണ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പോ? പുള്ളി അന്ന് പാർട്ടി സെക്രട്ടറി ആ സമയത്താണ് വരുന്നത്. അതുപോലെ അതിനുശേഷമായാലും പലതവണ വന്നിട്ടുണ്ട് ഒന്ന് ചികിത്സിക്കാൻ. ഒരുപാട് തവണ ചികിത്സ ആയിട്ട് നടന്നിട്ടുണ്ട്. അതിന് പിതാവിന് ചികിത്സ പാരമ്പര്യമായിട്ടുണ്ടായിരുന്നതോ? എൻ്റെ ഫാദർ ഞങ്ങൾ ഈ സ്ഥാനം ഏറ്റെടുത്തോട് കൂടിയിട്ട് ഇവിടെ കിഴക്കമ്പലത്ത് 4 തലമുറയായിട്ടുള്ള ഒരു വൈദ്യനുണ്ടായിരുന്നു. വാലയിൽ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ പി സി ചാക്കോ കല്യാണം കഴിച്ചിരിക്കുന്ന ആ ഫാമിലിയാണത്. അപ്പോൾ വാലയിൽ കുര്യൻ വൈദ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു വൈദ്യരായിരുന്നു ഇവിടെ. അദ്ദേഹത്തിൻ്റെ മക്കൾ വന്നു കഴിഞ്ഞപ്പോൾ, 5ാമത്തെ തലമുറ വന്നു കഴിഞ്ഞപ്പോൾ അവരാരും ഇതിന് താല്പര്യം കാണിച്ചില്ല. പുള്ളിക്ക് വളരെ സങ്കടമായി. എൻ്റെ ഫാദറുമായിട്ട് വളരെ സുഹൃത്തായിരുന്നു. അപ്പോൾ അങ്ങനെ സംസാരിച്ചതൊക്കെ പറഞ്ഞു എനിക്കിത് തരാനായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വൈദ്യത്തിലേക്ക് എൻ്റെ ഫാദർ വരുന്നത്. പിന്നെ ഒരുപാട് ഓലഗ്രന്ഥങ്ങളും തമിഴ്നാടും പല സ്ഥലങ്ങളിൽ നിന്നും ഈ ഓലഗ്രന്ഥങ്ങളിലാണ് പഴയ ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. അത് മുഴുവൻ തമിഴിലും സംസ്കൃതത്തിലുമൊക്കെ ഉള്ളത് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒരു 5-8 വൈദ്യന്മാരെ ഇരുത്തി ഇത് മുഴുവൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. ബിസിനസ് മക്കളെ നോക്കിക്കോട്ടെന്ന് വെച്ചു. എന്നിട്ട് ഇതിട്ട് മാറി. അതായത് രാവിലെ മുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓലഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് ലാഭമല്ല പണമല്ല ലക്ഷ്യം, ചികിത്സ നടത്തിക്കൊണ്ടിരുന്നതോ. ചികിത്സ നടത്തിക്കൊണ്ടിരുന്ന ആരെങ്കിലും പണം കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പണി കഴിക്കും. കാരണം ഇതിൽ പ്രതിഫലം മേടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശാസ്ത്രങ്ങൾ. ഇനിയിപ്പോൾ ആയുർവേദമൊന്നും മാത്രമല്ല, അതിപ്പോൾ വാസ്തുശാസ്ത്രമായിക്കോട്ടെ ജ്യോതിഷമായിക്കോട്ടെ ഏത് ശാസ്ത്രങ്ങളിലും 20 ഗുണങ്ങളുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഒന്നാമത് പറയുന്നത് പ്രതിഫലം മനസ്സിൽ പോലും ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് ഫലം കിട്ടില്ല. അപ്പോൾ ഫാദർ ചികിത്സ തുടങ്ങിയത് മരുന്നുകൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നു. കുറേ വൈദ്യന്മാരെ വെച്ചു, കുറേ ആളുകളെ വെച്ചു, മരുന്നുകൾ ഉണ്ടാക്കുന്നു, കുഴമ്പുകൾ ഉണ്ടാക്കുന്നു. ഇദ്ദേഹം പകർന്നു കൊടുത്തതും അത് കൂടാതെ ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടാവുന്ന പഴയ താളിയോല ഗ്രന്ഥങ്ങൾ മുഴുവൻ കൊണ്ടുവന്നു. ഇപ്പോഴും ഉണ്ട് അവിടെ. അതെല്ലാം CD-യിലാക്കിയിട്ടുണ്ടത്, മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത്. കാരണം വരും കാലത്ത് അത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാതെ എല്ലാം CD-യിലാക്കി വെച്ചിട്ടുണ്ടത്. അതെല്ലാം പഠിച്ച് മനസ്സിലാക്കി ചികിത്സ തുടങ്ങി. ഈ ചികിത്സ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് അങ്ങോട്ട് പോവും. ഇത് ഡോക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗി വന്നു കഴിഞ്ഞ് ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അതായിരുന്നു ആ ഡോക്ടറെ എൻ്റെ ഫാദറിൻ്റെ ഒരു ഇത്. മരുന്ന് കഴിച്ചോ? കഴിച്ചിൽ വഴക്ക് പറയും. കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? അപ്പോൾ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് റിസൾട്ട് ഉണ്ടായി എന്ന് ഉറപ്പ് വരുത്താതെ അതിൽ നിന്ന് പിന്മാറില്ല. ആ ഒരു വാശിയോടുകൂടിയാണ് ചികിത്സിച്ചുകൊണ്ടിരുന്നത്.
ധാരാളം പേര് ചികിത്സിക്കാൻ വരുമായിരുന്നു, ധാരാളം പേര് ചികിത്സിക്കാൻ. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് ഒരാളാണത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരുവിധമുള്ള എല്ലാവരും ഇവിടെ വന്ന് ചികിത്സിച്ചിട്ടുണ്ട്. കോടിയേരി ഇവിടെ വന്ന് കുറേ കാലങ്ങൾ ചികിത്സിച്ചിട്ടുണ്ട്. പാർട്ടി എനിക്ക് തോന്നുന്നത് നമ്മുടെ സീതാറാം കേസരി അവരാരോ ഇവിടെ വന്ന് ചികിത്സിച്ചു. അല്ല, ഇവർ ഇവിടെ താമസിക്കുന്നത് എവിടെയാണ്? ഇവർ സാധാരണ ഗസ്റ്റ് ഹൗസിൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു പിണറായിയുടെ കാര്യത്തിൽ ഇവിടെ അടുത്തൊരു വീടെടുത്ത് താമസിപ്പിച്ച് ഞങ്ങൾ ചികിത്സിച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് ചികിത്സിക്കുന്ന വീട്ടിലാണ്. വീട്ടിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ സംഗതിയാണ് നമ്മുടെ മരിച്ചുപോയ നമ്മുടെ പാണക്കാട് തങ്ങളുണ്ടല്ലോ, 22 ദിവസം വീടിൻ്റെ മുകളിലത്തെ നിലയിൽ റൂമിൽ താമസിച്ച് ചികിത്സിച്ചിട്ടുണ്ട്. 22 ദിവസം. ആ സമയത്താണ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചത്. ആ ഒരു വിവാദമുണ്ടായി. അന്ന് ആ തീരുമാനമെടുക്കുന്ന ശിഹാബ് തങ്ങൾ അന്ന് ആ കുഞ്ഞാലിക്കുട്ടിയുടെ രാജി തീരുമാനിക്കുന്ന അന്ന് ഇവിടെ ചികിത്സയിലാണ്. അന്നാണ് നമ്മുടെ വ്യവസായ മിനിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഇബ്രാഹിം കുഞ്ഞ്, പിന്നെ കുഞ്ഞാലിക്കുട്ടി എല്ലാം വന്നിട്ട് ഇവിടെ വെച്ചാണ് ആ തീരുമാനം അവരെടുത്തത് രാജിവെക്കാനായിട്ടുള്ള. ആ സമയത്ത് അന്ന് ചികിത്സയിലാണ്. 22 ദിവസം ഇവിടെ താമസിച്ച്. അപ്പോൾ എല്ലാവരുമായി ബന്ധമാണ്. ഇന്ന പാർട്ടി എന്നില്ല അതിൽ. സിനിമാ നടന്മാരുണ്ട്. നമ്മുടെ ശ്രീനിവാസൻ ഒരുപാട് ചാച്ചനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് നടുവേദനയായിരുന്നു. പല സ്ഥലത്ത് പോയി ചികിത്സ ചെയ്തു. ആരോ പറഞ്ഞു ഇവിടെ വന്നാൽ ശരിയാവുമെന്ന് പറഞ്ഞു. ഇവിടെ വന്നു, 10 മിനിറ്റ് കൊണ്ട് സംഗതി ശരിയാക്കി പുള്ളി പോയി. അതൊരു കൈപുണ്യമാണത്. മനസ്സിൻ്റെ ആ ഒരു, നമ്മൾ ചികിത്സ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അതിനോടുള്ള ആ ഒരു ഡെഡിക്കേഷനാണത്. നമുക്ക് വീണ്ടും പിണറായി പാർട്ടി സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം ഇവിടെ ചികിത്സിക്കാൻ വന്നിരുന്നു പലതവണ, ഒട്ടനവധി തവണ വന്നിട്ടുണ്ട്. അന്ന് മുതലുള്ള അടുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ പരിചയം തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് ഈ കഴിഞ്ഞ 16 അദ്ദേഹം അധികാരം ഏറ്റെടുത്തപ്പോൾ ഇദ്ദേഹത്തെ എല്ലാവരും ഇരട്ടച്ചങ്ങനം എന്നാണല്ലോ പറയുന്നത്. എനിക്കും തോന്നി ഇരട്ടച്ചങ്ങന, നമ്മളെല്ലാവരും വിശ്വസിച്ചതാണത് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഈ നാടിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ളൊരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ നടക്കും. എനിക്കൊരിക്കലും അത് നേരിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പൊളിറ്റിക്സ് ആയിട്ട് അന്ന് ഇറങ്ങിയിട്ടില്ല. ഈ 16 അദ്ദേഹം ഏറ്റെടുക്കുമ്പോൾ ഞാൻ ഈ പഞ്ചായത്ത് പിടിച്ചു എന്നതിൽ കവിഞ്ഞ് ഞാൻ ഒരു സജീവ രാഷ്ട്രീയത്തിയിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ കണ്ട എളുപ്പ വഴി, എൻ്റെ കയ്യിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. കാരണം ഞാൻ ഈ 12 മുതൽ ജനങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ, ഈ കിഴക്കമ്പലത്ത് കണ്ട പ്രശ്നങ്ങൾ, ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം ഇതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരാൾ വഴി അത് നമുക്ക് കേരളത്തിൽ നടപ്പിലാക്കാം. ഞാനും അതുപോലെ തെറ്റിദ്ധരിച്ച് ആ മനുഷ്യൻ മുഖ്യമന്ത്രി ആവണം പറഞ്ഞ് പാടി നടന്ന ഒരാളാണ്. എന്നിട്ട് അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. അപ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിനും തോന്നി എനിക്ക് എന്തൊക്കെ സ്റ്റഫുണ്ട്. കാരണം എന്നെ വർഷങ്ങളായിട്ട് കാണുന്നതാണല്ലോ. അങ്ങനെ പല കാര്യങ്ങളിലും കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയ ഒട്ടനവധി കാര്യങ്ങളിൽ എൻ്റെ ബ്രെയിനാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരിക്കും, ഞാൻ ഐഡിയാസ് ഉണ്ടാക്കുക. അതിനുവേണ്ടി ഒരു ടീമിനെ തന്നെ ഞാനിവിടെ ഉണ്ടാക്കി. ഏത് ഈ പോളിസി ഫോർമേഷന് പിണറായിക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി വരുന്ന ഒട്ടനവധി പദ്ധതികൾ, എല്ലാത്തിനും പരിഹാരം കാണുന്നത്. അതായത് നമ്മുടെ ഭക്ഷ്യസുരക്ഷ ഞാനിത് റെക്കമെൻഡ് ചെയ്തതാണ്, പക്ഷെ നടപ്പിലാക്കിയില്ല അദ്ദേഹം. ഇപ്പം ഞങ്ങൾ നടപ്പിലാക്കിയതിന് ഭക്ഷ്യസുരക്ഷ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിന് പരിഹാരം കൊടുത്തതാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഗ്ലോബൽ മീറ്റ് നടത്തിയത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയതിൻ്റെ ഒരു കാര്യം പറഞ്ഞു വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൽ കൂടി ഈ നാട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. അദ്ദേഹത്തിന് അതിനുള്ള തൻ്റെ ഇടമുണ്ട്, പാർട്ടിയിലെല്ലാവരും അംഗീകരിക്കും. പക്ഷേ പിന്നീടാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ ആ ഒരു നാടിൻ്റെ വികസനമല്ല, അതിലല്ല താല്പര്യം എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും ഒക്കെയാണ് ഇലക്ഷൻ വരുന്നത്. 2021. അപ്പോൾ 20 ലാസ്റ്റ് ഗ്ലോബൽ മീറ്റിംഗ് നടന്നത്. ആ ഗ്ലോബൽ മീറ്റിങ്ങിൽ വലിയ അഴിമതികളും ഒക്കെ നടന്നത്. അതിൽ നടന്ന ആ ഒരു കറക്ക് കമ്പനിയൊക്കെ എനിക്ക് മനസ്സിലായതാണ്. അപ്പോൾ അതിനുശേഷം ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇലക്ഷനുമായിട്ട് ഞങ്ങൾ മത്സരിച്ച് കഴിഞ്ഞപ്പോൾ ജില്ലാ നേതൃത്വം അതിന് ഒരുപാട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കി. അല്ല, പിണറായി വിജയനായിട്ട് ഇത്ര അടുപ്പുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുമതി ഇല്ലാതെ അദ്ദേഹത്തോട് പറയാതെ മത്സരിക്കുമോ? അല്ല, ഞങ്ങൾ മത്സരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം നോന്നും എസ്സൊന്നും പറഞ്ഞില്ല. സാധാരണ രീതിയിൽ അദ്ദേഹം അങ്ങനെ ഒരു ആരോടും അങ്ങോട്ട് തുറന്ന അഭിപ്രായം പറയുന്ന ഒരാളല്ല.
പിന്നെ ഞാൻ ഒരിക്കലും ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല. നമ്മുടെ രാഷ്ട്രീയമായിട്ട് പോകും. പഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ 3-4 പഞ്ചായത്തുകൾ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഇവിടെ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ 5-6 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം അതിനൊന്നും പറഞ്ഞില്ല. പക്ഷേ ജില്ലാ ഘടകം അതിന് വളരെ എതിരായിരുന്നു ഞങ്ങൾ മത്സരിക്കുന്നതിനോട്. അപ്പോൾ അങ്ങനെ അത് പല രീതിയിൽ അവർ അന്ന് രാജീവാണ് ജില്ലാ സെക്രട്ടറി. അല്ല, മോഹനാണ്. മോഹനായി. ആ, പക്ഷേ രാജീവും ഇവരൊക്കെ പലതവണ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വന്നു, മത്സരം ഒഴിവാക്കാനായിട്ട്. ആ സീറ്റിൽ മത്സരിക്കരുത്, ഈ സീറ്റിൽ മത്സരിക്കരുത്, അങ്ങനെയൊക്കെ പറയാനായിട്ട്. അപ്പോൾ പക്ഷെ നമുക്ക് വിജയസാധ്യത ഉള്ളതിലല്ലേ നമുക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് കേൾക്കും, ആലോചിക്കാമെന്ന് പറയും, വീണ്ടും വരും. പക്ഷേ അങ്ങനെ നമ്മൾ 8 മത്സരിക്കാൻ തീരുമാനിച്ചു. ആ ഒരു മത്സരമാണ് പാർട്ടിക്ക് വലിയൊരു എതിരായിട്ട് നമ്മളോടുള്ള ഒരു ഇതായിട്ട് വന്നത്. എനിക്ക് ഞാനൊരു തെറ്റിദ്ധരിക്കരുത്, സത്യത്തിൽ അത് CPM ഗുണമല്ലേ ചെയ്തത്? ശരിക്കും ഞങ്ങൾ മത്സരിച്ചു കൊണ്ടായിരിക്കും അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടി ആണല്ലോ, സ്വാഭാവികമായിട്ടും. പക്ഷേ എന്നാലും അത് അവർ അംഗീകരിക്കുന്നില്ല ജില്ലാ നേതൃത്വം. പക്ഷേ മറ്റ് സീറ്റുകളിലൊക്കെ അവർ വിചാരിക്കുന്നത് അതല്ല. ഈ പാർട്ടിയുടെ അല്ലെങ്കിൽ ജില്ലാ ഘടകത്തിൻ്റെ മിടുക്ക് കൊണ്ടാണ് ഇവർ ജയിച്ചതെന്നുള്ളത് അത് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. അപ്പോൾ ഇതോടൊപ്പം ഇവർ പാർട്ടിയിലെ ഉൾപാർട്ടി പ്രശ്നമാണോ, അതായത് CN മോഹനും P രാജുവും തമ്മിലുള്ള തർക്കമാണോ? അതെനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. കാരണം എന്നെ എതിർക്കുന്ന കാര്യത്തിൽ വ്യവസായ മന്ത്രി ആയിക്കോട്ടെ, CN മോഹൻ ആയിക്കോട്ടെ, ശ്രീനിജൻ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. പിന്നെ ഇലക്ഷൻ സമയത്ത് ഞാൻ ഇതിലുള്ള ഒരു ഡീല്, അതായത് ഒരു പെയ്ഡ് സീറ്റാണെന്നുള്ള കാര്യം ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിരുന്നു ഈ കുന്നത്തുനാട്. അപ്പോൾ അതിൽ CN മോഹന് വലിയ വിരോധമുണ്ട് എന്നോട്. പെയ്ഡ് സീറ്റ് എന്ന് പറയുമ്പോൾ അത് മോഹൻ ജില്ലാ സെക്രട്ടറിയാണ് ആണ്. അപ്പോൾ അവരൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് വരുമ്പോൾ ഇവർക്ക് 2 പേർക്കും വലിയ വൈരാഗ്യമുണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ തമ്മിൽ വലിയൊരു വൈരാഗ്യത്തിയിട്ട് വരാനും ആ ബന്ധം വിച്ഛേദിക്കാനുമായിട്ട്. ഇലക്ഷൻ തുടങ്ങിയതിന് ശേഷം ഒരിക്കൽ പോലും ഞാനും മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ടില്ല. അതായത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചു. ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഒരിക്കൽ പോലും എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ടും വിളിച്ചിട്ടില്ല. അതിനുശേഷമാണ് ഈ പകവീട്ടിൽ ശക്തമായത്. റിസൾട്ട് വന്ന് 5 ദിവസം റിസൾട്ട് വന്ന് ഇവർ മെയ് 2-ാം തീയതി റിസൾട്ട് വരുന്നു. മെയ് 27-ാം തീയതിയാണെന്ന് തോന്നുന്നു ഈ MLA-മാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തത്. ജൂൺ 2-ാം തീയതി, അതായത് 27 കഴിഞ്ഞ് 5 ദിവസത്തിനുള്ള ഫസ്റ്റ് റെയ്ഡ് തുടങ്ങാണ്. ആരാ വന്നത് റെയ്ഡിന് ആദ്യം? ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? റെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് സെൻട്രൽ എക്സൈസും സെയിൽ ടാക്സും ഒക്കെ റെയ്ഡ് വരാറുണ്ട്. അത് 2-3 വാഹനത്തിൽ വരും. അവർ ഡോക്യുമെൻറ്റ്സ് ആവശ്യപ്പെടും, നമ്മൾ ആ ഡോക്യുമെൻറ്റ്സ് കൊടുക്കും, പരിശോധിക്കും, ചിലതൊക്കെ ഹാജരാക്കാൻ പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊരു റെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പരിശോധന എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ഒരു ദിവസം 10 മണിയായപ്പോൾ ഇതിന് 2 ഗേറ്റുകളുണ്ട് ഈ ഫാക്ടറിക്ക്. ഈ 2 ഗേറ്റുകളിൽ കൂടിയും ഏതാണ്ട് 40ഓളം വണ്ടികൾ ഇരച്ചു കയറുക. അപ്പോൾ ജീപ്പുണ്ട്, കാറുണ്ട്, പല രീതിയിലുള്ള വണ്ടികളാണ്. അപ്പോൾ ഈ ഓരോ വണ്ടികളിലും പല ബോർഡുകളാണ്. കൃഷി വകുപ്പിൻ്റെ ഉണ്ട്, ആരോഗ്യ വകുപ്പിൻ്റെ ഉണ്ട്, അങ്ങനെയുള്ള പല വണ്ടികളാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അന്നേരം എത്തിയിട്ട് പോലുമില്ല അവിടെ. അപ്പോൾ ഇങ്ങനെ ഇതുണ്ട് എന്ന് പറഞ്ഞു. ഇവരെല്ലാവരും ഈ ഫാക്ടറിയിട്ട് ഓടിക്കയറുക, പല ഫാക്ടറിയിട്ട് പല ഇതിൽ കൂടെ ഓടിക്കയറുകയാണ്. കയറുന്നു, ജോലിക്കാരെ വിളിക്കുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അവിടെ കിടക്കുന്ന ബുക്കുകളൊക്കെ എടുത്ത് പരിശോധിക്കുന്നു. അങ്ങനെ ഒരു എന്താ പറയുന്ന വലിയ ഭീകരപ്രവർത്തകരെയൊക്കെ അല്ലെങ്കിൽ കൊള്ളക്കാരെയൊക്കെ നമ്മൾ വളഞ്ഞ് പിടിക്കില്ലേ, ആ രീതിയിൽ വന്ന് വലിയൊരു പരിശോധന നടത്തുന്നു. 2-3 മണിക്കൂർ ഇതൊക്കെ വലിച്ചു വാരിയിടുന്നു. കുറേ ഉദ്യോഗസ്ഥരെ പണി നിർത്തുന്നു, അവിടെ ജോലിക്കാരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും വണ്ടി കയറി പോവുക. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല, ഞങ്ങൾക്കും അറിയില്ല, ജോലിക്കാർക്കും അറിയില്ല. അവരൊക്കെ പെട്ടെന്ന് ഭയന്ന് പോയത്. ഒരു 2 ദിവസം കഴിയുമ്പോൾ അടുത്തത് വരുന്നു. അന്ന് വണ്ടി കുറച്ച് കുറവായിരുന്നു, എനിക്ക് തോന്നുന്നു 20-26 വണ്ടിയാട്ടിയാണ് വന്നത്.
അങ്ങനെ ആ മാസം 11-ാമത്തെ പ്രാവശ്യം 29-ാം തീയതി വരെയാണ്, ജൂൺ 29-ാം തീയതി 11-ാമത്തെ റെയ്ഡ്. ആ 11-ാമത്തെ റെയ്ഡ് രാവിലെ വരുന്നു. അന്ന് ഉച്ചയ്ക്കാണ് ഞാൻ പ്രസ് മീറ്റിംഗ് വിളിച്ചത്. അതുവരെ ഇഗ്നോർ ചെയ്തു വിട്ടു. ഞാൻ മിണ്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായിയെ വിളിച്ചില്ല, ആരെയും വിളിച്ചില്ല, ആരോടും സംസാരിച്ചില്ല. അതിനൊരു പ്രത്യേക കാരണമുണ്ടത്. ഞാനത് വിളിച്ച് ഏതെങ്കിലും രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ വിചാരിക്കും എനിക്ക് എന്തൊക്കെയോ വിളിക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പരിശോധിക്കുന്നവർ പരിശോധിക്കട്ടെ, എല്ലാം പരിശോധിക്കട്ടെ. ഏതോ ജഡ്ജി വരെ പരിശോധനയ്ക്ക് വന്നു, കളക്ടർ വന്നു, തഹസിൽദാർ വന്നു. ഇതിൽ പരിശോധിക്കാൻ ആരുമില്ല. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് മൃഗസംരക്ഷണ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം കണ്ടില്ല. പെരിയാർ വാലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഒഴിച്ച് എല്ലാവരും കയറി. അപ്പോൾ ഇതിൽ മൃഗസംരക്ഷണം വരേണ്ടതാണ്. നിങ്ങൾ അമേരിക്കയിലെ പട്ടിക്ക് ഉടുപ്പ് തയ്ക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിശബ്ദനായിട്ടിരുന്നത്. പരിശോധിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ. കാരണം ഒരുപാട് ആക്ഷേപങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാനതൊരു നല്ല കാര്യമായിട്ടാണ് കണക്കാക്കിയത്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പരിശോധിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. നമ്മുടെ കൈകൾ ശുദ്ധമാണെന്ന് വരുമല്ലോ. അപ്പോൾ അതുവരെ ഒരു ചാർജ് ഷീറ്റ് പോലും എനിക്ക് തന്നില്ല, ഒരു പേപ്പർ പോലും തന്നില്ല. എന്നെ ആരും കണ്ടുമില്ല, ഒരു ഉദ്യോഗസ്ഥരെയും കണ്ടില്ല. ഒരു നോട്ടീസ് പോലും തരാതെ പെട്ടെന്നാണ് റെയ്ഡ് പോലും. നേരെ കയറുന്നു, പരിശോധിക്കുന്നു, പോകുന്നു. ആർക്കും ഒന്നും അറിയില്ല. ഞാൻ ഈ പ്രസ് മീറ്റിംഗ് വിളിച്ച് എല്ലാവരും ഫ്ലാഷ് ന്യൂസായി, കേരളം മുഴുവൻ ചർച്ചയായി, ലൈവായി. അപ്പോഴാണ് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ 82 പേജുള്ള ഒരു നോട്ടീസ് എനിക്ക് തരികയാണ്, ചാർജ് വെച്ചിട്ട്. ആ ചാർജ് എന്ന് പറഞ്ഞാൽ ഫാക്ടറീസ് ആക്ടിൽ എന്തെല്ലാം വകുപ്പുകളുണ്ടോ ആ വകുപ്പുകൾ അങ്ങനെ തന്നെ എഴുതിയിട്ട് ഒരു ചാർജാണത്. ഒരു ഉദാഹരണത്തിന് ടോയ്ലറ്റ്, നമ്പർ ഓഫ് ടോയ്ലറ്റ് ആവശ്യത്തിനില്ല. എന്നാൽ എത്രയാണ്, എത്ര വേണം, എത്ര കുറവുണ്ടെന്ന് കാണിക്കണ്ടേ? അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റ് ഇല്ല, ഡ്രിങ്കിങ് വാട്ടർ ഇല്ല എന്ന് പറഞ്ഞ് ഫാക്ടറീസ് ആക്ടിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതെല്ലാം ഉണ്ട്. അങ്ങനെ ഓരോ ഒന്നിനും ഞാൻ റിപ്ലൈ കൊടുത്തു. റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ അവർ ഒന്നല്ലെങ്കിൽ ചാർജ് തരണം, അല്ലെങ്കിൽ ഡിനൈ ചെയ്യണം. മിണ്ടിയില്ല. എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഞാൻ വക്കീൽ നോട്ടീസ് കൊടുത്തു. 10 കോടിയും 20 കോടിയൊക്കെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. ആ റെയ്ഡിന് നേതൃത്വം കൊടുത്ത ആളുകൾക്കും ജില്ലാ ലേബർ ഓഫീസർക്കും ഇവിടുത്തെ ലോക്കൽ അവരാണ് എനിക്ക് ചാർജ് തന്നത്. അവർ ട്രാൻസ്ഫർ മേടിച്ച് സ്ഥലം വിട്ടു വരില്ല. ഇപ്പോഴും അതിൻ്റെ നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർജിലുള്ള ഒരു കാര്യങ്ങളും, ഒരു വയലേഷനും ഈ കമ്പനിക്കകത്ത് ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പരിശോധന. ഞങ്ങൾ വിൽക്കുന്നത് അമേരിക്കയിലാണ്. ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് 50 പരിശോധനകൾ പല ഏജൻസികളും ഇന്ന് ഇവിടെ നടത്തും. അവിടെ നിന്ന് വന്ന് അത് സിംഗപ്പൂരിൽ നിന്നാവാം, ഹോങ്കോങ്ങിൽ നിന്നാവാം. അവർ അസൈൻ ചെയ്തു. നമ്മൾ വന്ന് കയറുമ്പോഴായിരിക്കും അറിയുന്നത്. അവർ റെയ്ഡ് പോലെയൊന്നുമല്ല, പരിശോധിക്കുക, എല്ലാ ഡോക്യുമെൻറ്റ്സും നോക്കും. 10% തൊഴിലാളികളെ ഇൻ്റർവ്യൂ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അത് ചെയ്യും അവർ. അപ്പോൾ 10% തൊഴിലാളികളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് എന്തെങ്കിലും ഹരാസ്മെൻ്റ് ഉണ്ടോ, ശമ്പളത്തിൻ്റെ സ്ലിപ്പ്, ശമ്പളം കിട്ടിയിരിക്കുന്നത്, ഞങ്ങളൊന്നും ശമ്പളം ക്യാഷായിട്ട് കൊടുക്കുന്നില്ല, എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ കൊടുത്തിരിക്കുന്നതിനെല്ലാം കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. അപ്പോൾ അതെല്ലാം അവർ പരിശോധിക്കും. ആ പരിശോധനയൊക്കെ കഴിഞ്ഞ് അങ്ങനെ 50ഓളം വെരിഫിക്കേഷൻ ഉണ്ട് ഇവിടെ. ഒരു ചെറിയ വയലേഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങളുടെ ഓർഡർ ഹോൾഡ് ചെയ്യും. ഇത് വർഷങ്ങളായിട്ട് 2000 മുതലേ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ചെറിയ വയലേഷൻ പോലും നടത്താൻ പറ്റില്ല. അതിൻ്റെ ഉദാഹരണമാണ് മാലിന്യം. അതിൽ ഒരു ഓഡിറ്റ് ഇതിന് തനി എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് ഉണ്ട്. എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യം പോയിട്ട് ഒരു സ്മോക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ആ ഓഡിറ്റ് വരെയുണ്ട്. അത് ബിൽഡിംഗ് സ്റ്റെബിലിറ്റി ഓഡിറ്റ് ഉണ്ട്, സേഫ്റ്റി ഓഡിറ്റ് ഉണ്ട്, കംപ്ലയൻസ് ഓഡിറ്റ് ഉണ്ട്, സോഷ്യൽ കംപ്ലയൻസ് ഓഡിറ്റ് ഉണ്ട്. വിവിധ ഓഡിറ്റുകളത്. അത് പല ആംഗിളിൽ ഇതിൻ്റെയൊക്കെ എക്സ്പേർട്സായി വരുന്നത്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുന്ന ഫാക്ടറിയിലാണ് ഇതുപോലൊരു റെയ്ഡ് നടത്തുന്നത്. അപ്പോൾ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഇതുവരെ രാഷ്ട്രീയക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനൊക്കെ ഉത്തരമായി. പി ടി തോമസ് ആയാലും ബെന്നി ബെഹനാനായാലും
ഞങ്ങളെ ആരോപിച്ചിരുന്ന എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ ഫാക്ടറി നടത്തുന്നത് എന്നതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടി ജനങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ്. ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വന്നോ? ഒന്നുമില്ല, ഒന്നുമില്ല. എന്തെങ്കിലും അവർ തരണം. ഒരു വയലേഷൻ പോലുമില്ല, ഒരു ചാർജ് പോലുമില്ല. ഞങ്ങൾ അങ്ങോട്ട് ചാർജ് കൊടുക്കുക ചെയ്തവർക്ക്. അവരിപ്പോൾ ശല്യവും ഇല്ല. അതിനുശേഷം ഈ പഠിക്കാത്ത ആരും കയറിയിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ ആണോ ഇവിടെ പോകാൻ തീരുമാനിച്ചത്? ആ ഒരു സംഭവമാണ് അന്ന് ഞാൻ ഈ 11ാമത്തെ റെയ്ഡ് നടക്കുമ്പോഴാണ് ഞാൻ ഈ മീഡിയ വിളിച്ചതും പത്രസമ്മേളനം നടത്തി ഞാൻ പറഞ്ഞത് ഞാൻ ഈ 3500 കോടി രൂപ നിക്ഷേപം പിൻവലിക്കുകയാണെന്നുള്ളത്. പിന്നീടാണ് പല സ്ഥലത്തുനിന്ന് എനിക്ക് 12 സംസ്ഥാനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിമാരാണ് നേരിട്ട് വിളിച്ചത്. മഹാരാഷ്ട്രയിൽ നിന്ന് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും 4 മിനിസ്റ്റേഴ്സും ചീഫ് സെക്രട്ടറിയും കൂടിയിട്ടാണ് കോൺഫറൻസ് കോളിൽ വന്നത്. വീഡിയോ കോളിൽ ഞങ്ങൾ 15 മിനിറ്റോളം സംസാരിച്ചു. തെലങ്കാനയാണ് ഒരു പടി കടന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഞങ്ങൾക്ക് പ്രൈവറ്റ് ജെറ്റ് അയച്ചത്. അപ്പോൾ അങ്ങോട്ട് പോയി. എന്താ അവർ തീരുമാനിക്കാൻ കാര്യം? തമിഴ്നാടൊക്കെ നല്ല ഓഫർ, തെലങ്കാന സ്വീകരിക്കാൻ കാര്യം? അല്ല, അവരങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ, കാരണം എല്ലാവരും വിളിച്ച് സംസാരിച്ചു, വരൂ ഞങ്ങൾ ഇന്നത് തരാമെന്നൊക്കെയാണ് പറഞ്ഞോളൂ. ഇദ്ദേഹം പറഞ്ഞതല്ല, നിങ്ങളിവിടെ വന്ന് കാണും, ഞാൻ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാം, നിങ്ങൾ വരൂ കാണൂ, നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് ഞാൻ നടത്തി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു പുതുമയായിട്ട് തോന്നി. കാരണം ആദ്യമായിട്ടാണല്ലോ ഇവിടെ നമ്മൾക്ക് ഒരു വക്യത്തുറുവിൻ്റെ വില പോലുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഒരാൾ പറയാണ് ഞാൻ പ്രൈവറ്റ് ജെറ്റ് അയച്ച് നിങ്ങളെ കൊണ്ടുപോകാം. എനിക്കതൊരു പുതുമയായിട്ട് തോന്നി, ഒരു അംഗീകാരമായി തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി പോയി കളയാം. പക്ഷേ ഞാൻ അവിടെ ഒരു കണ്ടീഷൻ വെച്ചു. ഞാൻ അവിടെ വന്നതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഞാൻ നിക്ഷേപം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്ലൈറ്റിൻ്റെ ചാർജും എൻ്റെ ഹോട്ടൽ ചെലവുകളും ഞാൻ തരും, ഞാൻ റീഇംബേഴ്സ് ചെയ്യാൻ എനിക്ക്. അപ്പോൾ അവർ അത് കുഴപ്പമില്ലാതെ. ഞാൻ പറയും എനിക്ക് കുഴപ്പമുണ്ട്, കാരണം നമ്മളതൊരു ഓബ്ലിഗേഷനാകും അത്. അപ്പോൾ ഞാൻ പറയും എനിക്ക് മെയിലിൽ എനിക്കതിന് റിപ്ലൈ വേണം, നിങ്ങളത് എഗ്രി ചെയ്തുകൊണ്ട്. അങ്ങനെ മെയിൽ മേടിച്ചതിന് ശേഷമാണ് ഫ്ലൈറ്റിൽ കയറിയുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഒബ്ലിഗേഷനായി. അല്ല, അവരെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ചിലവാണ്. പക്ഷെ നമുക്കൊരു വിഷമം. കാരണം നമ്മൾ ഇവിടുന്ന് പരസ്യത്തിന് വേണ്ടിയിട്ട് അവിടം വരെ പോയി, അവിടെ ചെന്നു, അവരെ സുഖ സൗകര്യങ്ങളും ഹോട്ടലും ഒക്കെ പറ്റിയിട്ട് തിരിച്ചു പോരുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ലെറ്റർ മേടിച്ചത്. ഞാൻ ഫ്ലൈറ്റിന് എത്രയാണെന്ന് പോലും അന്വേഷിച്ചില്ല. ഞാൻ പറഞ്ഞു അതിൻ്റെ ബില്ല് എനിക്ക് തരണം. അവരത് അംഗീകരിച്ച ശേഷമാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എയർപോർട്ടിൽ തന്നെ 2-3 പോലീസ് വാഹനങ്ങൾ എസ്കോട്ടായിട്ട് ഫ്രണ്ടും ബാക്കും ഒക്കെ ആയിട്ട്, ഏറ്റവും ആധുനികമായിട്ടുള്ള മേബാക്ക്, മെർസഡീസിൻ്റെ മേബാക്ക്, പുതിയ ബ്രാൻഡ് ന്യൂ 2 മെർസഡീസ്, സെക്യൂരിറ്റി, പോലീസ് എല്ലാം, പൈലറ്റ് ഒക്കെ ആയിട്ട് അവരെ കാത്തു നിൽക്കുക. അങ്ങനെ ഹോട്ടലിലേക്ക് പോകുന്നു. ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഇത് കാണുന്നത് KTR രാമറാവു അവിടെ വെയിറ്റ് ചെയ്യുക. നമ്മൾ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൻ വ്യവസായ മന്ത്രി. അപ്പോൾ പുള്ളി വെയിറ്റ് ചെയ്യാണ് അവിടെ. ഞങ്ങളെ വെൽക്കം ചെയ്തു, റൂം ചെക്ക് ഇൻ ചെയ്തു. അതിനുശേഷം എല്ലാവരും റൂം ചെക്ക്, ഞങ്ങൾ 8 പേരോളം ഉണ്ടായിരുന്നു. അതിനുശേഷം പുള്ളി സംസാരിച്ചു. പുള്ളി ആദ്യം ഒരു 10 മിനിറ്റ് സംസാരിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചു. അതിൽ പ്രധാനപ്പെട്ടും ഞാൻ ആവശ്യപ്പെട്ടത്, 1 സ്ഥലം കിട്ടണം, ഇത്ര ഏക്കർ. 2 ഇലക്ട്രിസിറ്റി കൺസെഷൻ വേണം, വെള്ളം ഫ്രീ ആയിട്ട് കിട്ടണം. അതിനേക്കാളൊക്കെ ഉപരി ഇവിടെ നമ്മളിപ്പോൾ എത്ര രൂപ മുടക്കിയാലും മാലിന്യം എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു ആ മാലിന്യത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഗവൺമെൻറ് ഏറ്റെടുക്കണം, റെസ്പോൺസിബിലിറ്റി, ട്രീറ്റ് ചെയ്യാനും ആ വെള്ളം തിരിച്ചു തരാനും. പണം നമ്മൾ മുടക്കും? ഇല്ല, ഗവൺമെൻറ് മുടക്കണം. ഒരു ഇൻഫ്രാസ്ട്രക്ചറാണല്ലോ. പുള്ളി പറഞ്ഞു നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഞങ്ങളുടെ ഫാക്ടറികളെല്ലാം ഇപ്പോൾ അവരെനിക്ക് വേണമെങ്കിൽ ഏതാണ്ട് 80 കോടി രൂപ മുടക്കിയാണ് ഒരു മാലിന്യ പ്ലാന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടി മാത്രം. അവർ ഇത് ട്രീറ്റ് ചെയ്ത് വെള്ളം ഞങ്ങൾക്ക് തിരിച്ച് സപ്ലൈ ചെയ്യും. അത് നമുക്കൊരു ബുദ്ധിമുട്ട് അതിനെക്കുറിച്ച്. ആ പരാതി ഇല്ല, ഇനി ഒരു പരാതിയും വരില്ല അതിനകത്ത്. അപ്പോൾ എവിടെയൊക്കെയാണോ പരാതികൾ വരാവുന്നത് അതെല്ലാം പ്ലഗ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ ഡീൽ ഉറപ്പിച്ചത്. നമ്മൾ പറഞ്ഞ എല്ലാ ഡിമാൻഡുകളും അവർ അംഗീകരിച്ചു. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഇപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ്ട് ഒരു 6 രൂപ 50 പൈസ വരും.
അവിടെ നമുക്ക് 3 രൂപ താഴെ വരും. അത്രേ ഉള്ളൂ. അതുപോലെ വെള്ളം ഫ്രീ ആണ്. വെള്ളം നമുക്ക് മുനിസിപ്പൽ വാട്ടർ ഉണ്ട്, ഒരു കനാൽ വാട്ടർ ഉണ്ട്, ഒരു റിവർ വാട്ടർ ഉണ്ട്. 3 സോഴ്സാണ് തന്നിരിക്കുന്നത്. റിവറിൽ നിന്ന് നമുക്ക് നേരെ എടുക്കാം. ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് റിവറാണത്, ലേക്കാണത്. ആ ലേക്കിൽ നിന്ന് വെള്ളം എടുക്കാം. മുകളിൽ കൂടി കനാൽ പോകുന്നുണ്ട്, വലിയ കനാലാണത്. നമ്മുടെ ഇവിടുത്തെ കനാൽ ഒരു പുഴ പോലെയാണ്. ആ കനാലിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കാം. അതുകൂടാതെ മുനിസിപ്പൽ വാട്ടർ ഇതുണ്ട്. ഇലക്ട്രിസിറ്റി, നമ്മളിപ്പോൾ ഇവിടെ ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ നമ്മൾ സബ്സ്റ്റേഷൻ മുതൽ, ഇനി സബ്സ്റ്റേഷനിൽ കപ്പാസിറ്റി ഇല്ലെങ്കിൽ ട്രാൻസ്ഫോമർ നമ്മൾ മേടിച്ച് വെച്ച് ഇൻഫ്രാസ്ട്രക്ചർ നമ്മളുണ്ടാക്കി അവിടെ നിന്ന് ലൈൻ വലിച്ച് നമ്മളിവിടെ കൊണ്ടുവരണം. അതാണ് ഇവിടുത്തെ നിയമം. അതിൻ്റെ മുഴുവൻ പണവും നമ്മൾ ചിലവാക്കണം. അവിടെ നമ്മുടെ കമ്പനിയുടെ സ്പോട്ടിൽ വലിയ ടവർ 2 എണ്ണമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് 220 kVയുടെ, ഒന്ന് 110 kVയുടെ. 2 ലൈൻ, ഒന്ന് ഫെയിലായാൽ മറ്റത്. ശരി. അത് അവിടം വരെ ലൈൻ വലിച്ച് ആ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ അവരാ തന്നിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ലൈൻ എടുത്താൽ മതി. അപ്പോൾ അത് തന്നെ അവർക്ക് ഒരു 100-150 കോടി രൂപ ചിലവുണ്ട്. നമ്മളാണെങ്കിൽ അത് മുടക്കണം ഇവിടെയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി, നമുക്ക് കേരളവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പകലും രാത്രിയും പോലെയല്ല, പകലും ഒരു വർഷം പോലെ വ്യത്യാസമാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, ഇപ്പോൾ കോൺഗ്രസ് മിനിസ്ട്രി വന്നല്ലോ, ഇവിടുത്തെ ഒട്ടനവധി ആളുകൾ സന്തോഷിച്ചു. ഇനിയിപ്പോൾ കോൺഗ്രസ് വരുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, ആകെ മാറുമെന്നുള്ളത്. പക്ഷേ അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? അന്ന് വ്യവസായ മന്ത്രിയായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ടെക്സ്റ്റൈൽ മന്ത്രിയും 3 പേരും കൂടിയാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് നോക്കുന്നത്. അത്രമാത്രം താല്പര്യത്തോടു കൂടി അവർ പോകുന്നത്. അവർ പാർട്ടി മാറുന്നത് അവിടെ വിഷയമല്ല, നാടാണ് പ്രധാനം. ഇപ്പം 3ാമത്തെ ഫേസ് ഒപ്പിടാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അതിനൊരു 400 ഏക്കർ സ്ഥലം ഓഫർ ചെയ്തുകൊണ്ടിരിക്കുക അവർ. ഇപ്പം പൂർത്തിയായത് ഒരു ഫേസാണ്, 1ാമത്തെ ഫേസ്. അത് തുടങ്ങി, ഉദ്ഘാടനം തുടങ്ങിയോ? ഇല്ല, അത് ജൂണിൽ ആണ് പ്രൊഡക്ഷൻ. ഇപ്പം മിഷനറി ഇറക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. എത്ര പേർക്ക് തൊഴിലാണ് 1ാം ഫേസ് കൊടുക്കും? അതിലേതാണ്ട് ഒരു 25,000 ആളുകൾക്ക് അതിനകത്ത് ജോലി കിട്ടും. ഈ ഇവിടുത്തെ ഫാക്ടറി എടുത്താൽ വലിപ്പമാവും 1ാം? ഇതിൻ്റെ ഇരട്ടിയായില്ലോ ഒരു ഫേസ് ആയി, ഒരു ഫേസിൽ. അവിടെ പ്രോസസ്സ് കൂടുതലുണ്ട്. അവിടെ നമ്മൾ പ്രോഡക്ട്സ് കൂടുതലുണ്ട്, പ്രോസസ്സ് കൂടുതലുണ്ട്. 2ാം ഫേസ് തുടങ്ങി, നിർമ്മാണം തുടങ്ങി. 2ാം ഫേസിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് അടുത്ത വർഷം ഏതാണ്ട് ഈ സമയമാകുമ്പോഴത്തേക്ക്, ഞങ്ങൾ ജൂൺ ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് ഒരു 20,000 പേരെ, 50,000 പേരാണ് മൊത്തം അവിടെ. 2ാം ഫേസ് അല്ലല്ല, 1, 2 കൂടെ 25. ഈ 2ാം ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഫാക്ടറി എന്ന് പറയുന്നത് ടെസ്ലയുടെ ഫാക്ടറിയാണ്. അമേരിക്കയിലുള്ള, അത് ടെക്സാസിലാണത്. 1150 മീറ്റർ നീളമാണത്. പക്ഷേ ഞങ്ങളുടെ ഈ ഹൈദരാബാദുള്ള ഫാക്ടറി 1350 മീറ്റർ നീളമാണ്. ഒരു ഫാക്ടറിയുടെ നീളമാണെന്ന് ഓർമ്മ. അതുപോലത്തെ 3 ബിൽഡിംഗ്. അപ്പോൾ 5 കിലോമീറ്ററാണ് ഈ പുതിയ ഫാക്ടറി വരുന്നത്. 5 കിലോമീറ്റർ നീളം. അപ്പോൾ ഇത് ലോകത്തിലെ തന്നെ ഒരു ഗിന്നസ് റെക്കോർഡാണത്. ഇത് നമുക്ക് കേരളത്തിന് ലഭിക്കാവുന്ന, കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥലം കിട്ടില്ല നമുക്ക്, അല്ലാതെ കിട്ടത്തില്ല. ഇനി അങ്ങനെ ഒരു ഫാക്ടറി നിർമ്മിക്കാൻ ഇവർ സമ്മതിക്കുകയില്ല. കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോയത് ഈ പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ഇപ്പം എന്ത് തോന്നുന്നു? ഒരു 10 വർഷം മുമ്പ് ഞാൻ ഈ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്ന് കിറ്റക്സ് സ്ഥാപനങ്ങൾ ഇതിൻ്റെ 10 ഇരട്ടിയായേനെ. അത്രമാത്രം വൈകിപ്പോയി എന്നുള്ളതാണത്. ഈ വികാർഡും മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ പോയ സമയത്ത് ഞാൻ പോയിരുന്നെങ്കിൽ ഇന്ന് കിറ്റക്സ് വേറെ ലെവലിട്ട് പോയേനെ. ഈ കഴിഞ്ഞ ദിവസം 2020 ആ മഹാസമ്മേളനം നടന്നപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ MLAയും ജില്ലാ സെക്രട്ടറിയെയും പി രാജീവിനെയും പിണറായി വിളിച്ച് ആദരിക്കേണ്ടതായിരുന്നു ഈ കാര്യത്തിൽ. അവർ മാത്രമല്ല, മുഖ്യമന്ത്രിക്കും അതിനുള്ള അതെ കൊടുക്കേണ്ടതായിരുന്നു. കാരണം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രിക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ അഭിനന്ദനം കൊടുക്കേണ്ടതാണതിൽ. അതെ തീർച്ചയായിട്ടും. ഇങ്ങനെ കാരണം ഒരു വെളിപാടുണ്ടാക്കി തന്നതിന്. വെളിപാട് മാത്രമല്ല, നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ. കാരണം എൻ്റെ ഫാദർ, ഞാൻ പറഞ്ഞല്ലോ, ഈ വ്യവസായം തുടങ്ങിയത് തൊഴിലുണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ തൊഴിലുണ്ടാക്കണം എന്നുള്ളൊരു ചിന്താഗതിക്കാരനായിരുന്നു. പണ്ട് മുതലേ ഈ കോയമ്പത്തൂരും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഓഫർ വന്നിട്ടുണ്ട് ഫാദറിന്. അന്നൊക്കെ പറഞ്ഞത് നമ്മുടെ
ആശയം അതല്ലല്ലോ. നമുക്ക് ഇവിടെ കേരളത്തിൽ തൊഴിൽ സൃഷ്ടിക്കുക എന്നുള്ള നമ്മുടെ ഇത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു ഇതിൽ പിടിച്ചു നിന്നത്. ഇന്നും ഞാൻ പറയാം, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരിക്കലും ഞങ്ങൾ കേരളം വിട്ട് ഒരു സംസ്ഥാനത്തേക്കും പോകില്ലായിരുന്നു. തെലങ്കാന ഇനിയും 3ാം ഫേസിനുള്ള സാധ്യതയുണ്ട്. ഈ 3ാം ഫേസ് അവർ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. മറ്റേതെങ്കിലും സ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതിൽ നമുക്കിപ്പോൾ മറ്റ് സ്റ്റേറ്റിൽ പോയാലും ഇതുപോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ ഒരുപാട് നമുക്ക് ഈ കോട്ടൺ അവിടെ കിട്ടുന്നു എന്നുള്ളത് വലിയൊരു പ്രയോജനമാണത്. നമുക്ക് ആവശ്യമുള്ള കോട്ടൺ അവിടെ നിന്ന് കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ ഇൻഡസ്ട്രിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ വളരെ നല്ലതാണ്. എയർ കണ്ടീഷനിങ്ങും വേണ്ട, കാരണം ക്ലൈമറ്റ് വളരെ കൂളാണ്. നമുക്കൊരു 2 മാസമേ ചൂടുള്ളൂ, ബാക്കി 9 മാസവും തണുപ്പാണ്. കേരളത്തിൽ ഇനി സാഹചര്യങ്ങൾ മാറിയാൽ ഇൻവെസ്റ്റ് ചെയ്യുമോ? ഈ മാറിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാറി കോൺഗ്രസ് വന്നെന്ന് വിചാരിക്കുക, ഇതൊക്കെ തന്നെ ഈ അന്തരീക്ഷം ഒരിക്കലും മാറാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. നിലവിലുള്ള ഫാക്ടറി ഇങ്ങനെ തന്നെ തുടരും, അനുവദിച്ചാൽ, ഇവന്മാരനുവദിച്ചാൽ. അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോയി അതിൻ്റെ സുഖസൗകര്യങ്ങൾ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ ഫാക്ടറി നമ്മൾ ഇവിടെ നിന്ന് പൂട്ടി തെലങ്കാനയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു വർഷം 250 കോടി രൂപ എനിക്ക് അധിക ലാഭം ഉണ്ടാക്കാം. ഓക്കെ, ഒരു വർഷമാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. പക്ഷേ ഇപ്പോഴും മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ്. കാരണം അവിടുത്തെ ഇലക്ട്രിസിറ്റിയും സ്ഥലത്തിൻ്റെ വിലയും അവർ തരുന്ന സൗജന്യങ്ങളും എല്ലാം കണക്ക് കൂട്ടിയാൽ ഈ ഫാക്ടറി ഇന്ന് അടച്ചാൽ, കാരണം ഇതുപോലൊരു ഫാക്ടറി ഞാൻ അവിടെ തുടങ്ങണമെങ്കിൽ ഒരു 500 കോടി രൂപ മുടക്കിയാൽ മതി. പക്ഷേ എനിക്ക് ഇപ്പോൾ ഉണ്ടാക്കുന്ന ലാഭത്തിനേക്കാൾ 250 കോടി രൂപ കൂടുതലായിട്ട് അവിടെ ഉണ്ടാക്കാൻ സാധിക്കും ഒരു വർഷം. ഇവിടെ തുടങ്ങാനിട്ടിരുന്ന ആ സ്ഥലത്ത് എന്ത് ചെയ്തു? ആ സ്ഥലമൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ വില്ലകൾ പണിയാൻ പോവുക, വില്ലകൾ പണിത് വിൽക്കാൻ പോവുക. പിന്നെ ഗോഡൗൺ പണിയുക. അങ്ങനെ തൽക്കാലം വാഴ കൃഷി ചെയ്യാൻ തോന്നുന്നു. വാഴ കൃഷി ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പല സ്ഥലത്ത് വാഴ കൃഷിയാണ്, വെറുതെ ഇട്ടിട്ടില്ല, അത് ഉപയോഗിക്കണമല്ലോ. അതൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു മലയാളിയുടെ ഗതി. നമ്മൾ ഏതാണ്ട് 56 വർഷമായി ഈ കേരളത്തിൽ ഒരു വ്യാവസായിക വിപ്ലവം തന്നെ ഉണ്ടാക്കിയ ആളുകളാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനത്തിനുണ്ടായ അവസ്ഥയാണത്. വ്യവസായം തുടങ്ങാൻ സ്ഥലം മേടിച്ചിട്ട് വാഴ വെക്കേണ്ട അവസ്ഥ വന്നതാണെന്ന് ആലോചിച്ചു. അത് എനിക്ക് തോന്നുന്നത് കേരളത്തിലല്ലാതെ ലോകത്തിലെ ഒരു സ്ഥലത്തും ഒരു വ്യവസായിക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു പഞ്ചായത്തിൽ 282 കുടുംബങ്ങൾ നീല ടർപ്പായി വലിച്ചു കെട്ടിയിട്ട് 4 കാലുകൾ കൊടുത്ത് മൺതറയിൽ ഏതാണ്ട് 220ഓളം കുടുംബങ്ങളിൽ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 100% ഇലക്ട്രിഫൈഡ് ആണ്. കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു നേതാവ് ചോദിക്കുക, ഇത് കിഴക്കമ്പലം തന്നെയാണോ എന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇവരുടെയൊക്കെ പ്രവർത്തനം എന്താണെന്നുള്ളത്. അങ്ങനെയാണ് 2020 മിഷൻ എന്നുള്ള പേരാണ് ഞങ്ങൾ 2020 കിഴക്കമ്പലം അസോസിയേഷനായിട്ട് മാറി. 2020 ഈ ലക്ഷ്യം സാധിക്കണം എന്നാണ് ആ ലക്ഷ്യം പൂർത്തീകരിക്കുക. 20 LC മെമ്പർമാരുള്ള വാർഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയത് 12 വോട്ടാണത്. എന്ന് പറഞ്ഞാൽ 8 പേര് മാറിക്കുത്തി, അവരുടെ ഭാര്യമാർ മാറിക്കുത്തി. അപ്പോൾ ഒരു കാരണവശാലും 2020 AAP-യുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം കേരളത്തിൻ്റെ പ്രശ്നം LDF-ഉം UDF-ഉമാണ്.